ഗായ്സ് ഞങ്ങൾ പുതിയ വീഡിയോക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇനി ഞങ്ങൾ ഉരുളൻകിഴങ്ങ് അരിയാണ്. ഇനി അരിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് കഴുകിയെടുക്കാൻ. കഴുകി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകിയിട്ട് ഇത് അരിയാൻ അരിഞ്ഞിട്ട് വേണം ഇത് വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ഉരുളൻകിഴങ്ങിനെ ഫ്രഷ് ചെയ്ത് കഴുകാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കഴുകാം. അപ്പോൾ കഴുകുന്നുണ്ട്. ഇനി ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഈ വെള്ളം കളയാം. ഇനി എനിക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഉരുളൻകിഴങ്ങ് ഇടാം. ഞങ്ങൾ ഉപ്പും മുളകും ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ പോകാൻ പോകുന്നു. അപ്പോൾ അതേ ഉപ്പും മുളക് ഇട്ടിട്ടുണ്ട്. മുളക് ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഞങ്ങൾ ഉരുളക്കിഴങ്ങ് കലക്കിയിട്ടിട്ടുണ്ട്. ഇനി എനിക്കിത് മുകളിൽ കൂടെ മുട്ട ഒഴിച്ചണം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇത് എടുക്കട്ടെ. കുറച്ച് നേരമായി. ഇപ്പോഴും നിങ്ങൾ ബാക്കിയിടാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നേരം കഴിഞ്ഞാൽ മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എല്ലാം കൂടി ഇരുത്തണം. അതൊക്കെ ഇനി എനിക്ക് മുട്ട ഇതിൽ ഒഴിക്കണം. അപ്പോൾ മുട്ട റെഡിയാക്കാം. മുട്ട റെഡിയാക്കുന്നതിന് മുമ്പ് എനിക്കിതിന് കുഴച്ചെടുക്കണം. ഇനി എനിക്ക് മുട്ട ഉണ്ടാക്കാൻ പോകാം. ഞങ്ങൾ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും ഒരു കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളത് കലക്കിയിട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചത് കാല് പോയി തോന്നി. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഷേപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എടുത്തപ്പോൾ അത് പൊട്ടിപ്പോയി. കുഴപ്പമൊന്നുമില്ല. എങ്ങനെയൊക്കെ എടുത്തപ്പോഴാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് വലിച്ചിട്ടത്. ഞാൻ ഡ്രക്കേഷന് കളി കുറച്ച് ഞങ്ങൾ ഡ്രക്കേഷൻ ചെയ്തു. അങ്ങനെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം.